വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പേർഷ്യൻ ചിക്കൻ പുലാവാണ്. ചിക്കനുള്ള മസാല 1.5 ടേബിൾ സ്പൂൺ മല്ലി, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 4 ഏലക്കായ, 1 സവാള ചെറുതായി എരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 4 ബേ ലീഫ് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. 1 മുഴുവൻ തക്കോലം, 3 കഷ്ണം കറുവാപ്പട്ട, 1 ചെറിയ കഷ്ണം ജാതിക്ക, 2 ജാതിപത്രി, 7 കരയാമ്പു, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 3 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി അരി എടുത്തിട്ടുണ്ട്, അതായത് 3/4 കിലോ. ഇനി അത് നമുക്ക് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലൊഴിച്ച് കുതിർത്തി വെക്കാം. 1.25 കിലോ ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഫോർക്ക് കൊണ്ട് അതൊന്ന് കുത്തിയെടുക്കാം. മസാലയൊക്കെ ഉള്ളിൽ നന്നായിട്ട് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളതെല്ലാം ഒന്ന് ഫോർക്ക് കൊണ്ട് കുത്തിയെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ചിക്കൻ ഇടാം. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മസാലകൾ ചേർക്കാം. ബേ ലീഫ് ഒന്ന് പതുക്കെ ഒന്ന് മുറിച്ചിടാം. നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അരി അളന്ന ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഗ്യാസ് ഓൺ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പൊ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനും അതിലിട്ടിരുന്ന മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചിക്കൻ പീസുകൾ എടുത്തു മാറ്റാം. ഇപ്പം നമ്മൾ മസാലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ വൈറ്റ് പുലാവ് ആയതുകൊണ്ട് ചിക്കൻ്റെ എല്ലാം വൈറ്റ് കളറായിട്ടേ ഇരിക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് എരിവൊക്കെ ചെന്നിട്ടുണ്ടാകും. എല്ലാ പീസുകളും എടുത്തു മാറ്റാം. ഇനി നമുക്ക് വെള്ളം ഊറ്റിയെടുത്ത് മാറ്റിവെക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. അരി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റി വെക്കാം. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള മസാലയാണ്. പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. ചെറുതായി നീളത്തിൽ അരിഞ്ഞ് ഒരു സവാള ചേർക്കാം. നന്നായിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് ഒരു 12 കുരുമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് നമുക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. 2 കറുവാപ്പട്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, 1 തക്കോലം, 5 ഗ്രാമ്പു, 3 ഏലക്കായ, 1 ചെറിയ കഷ്ണം ജാതിക്ക, 1 കഷ്ണം ജാതിപത്രി, 1/2 ടേബിൾ സ്പൂൺ ജീരകം. ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഒരു 25 ഗ്രാം നെയ്യ് ഒഴിക്കാം. ഓയിലിന്റെയും നെയ്യുടെയൊക്കെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി അതിലേക്ക് 4 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 5 പച്ചമുളക് ചതച്ചത്, 3 ഉണക്കമുളക് കീറിയത്. ഇനി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇപ്പൊ സവാള പച്ചമുളക് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർക്കാം.
ഇനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈര് ചേർക്കാം. പുളി കുറവാണെങ്കിൽ ഒരു 1-1.25 കപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ആ മസാലയുടെ വെള്ളം നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ നേരത്തെ എടുത്തിരുന്നത്. അതിപ്പോൾ വറ്റി ഒരു 3.5 ഗ്ലാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2.5 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതാണ് അതിന്റെ കണക്ക്. നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം എടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ നേരത്തെ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ അത് വറ്റി 3.5 ഗ്ലാസ് ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഒരു 2.5 ഗ്ലാസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നല്ല വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഊറ്റി വെച്ച അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരു പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാം. അപ്പൊ നമ്മളുടെ അരി ഒട്ടും ഒന്നിനും ഒന്നും ഒട്ടാതെ കിട്ടും. ഇപ്പൊ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഇപ്പം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അരി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ പുലാവിന്റെ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒട്ട് വെള്ളമൊന്നുമില്ല. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഇപ്പൊ ഓഫ് ചെയ്തു. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ പുലാവ് സെർവ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ വൈറ്റ് കളറായിട്ട് ഇരിക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.